എന്ന് പൊന്നപ്പൻ. നാണം കെട്ടവൻ. അവന്റെ ഒരു കത്ത്. ഇവൻ എന്റെ കൂടെ വന്ന് ജനിച്ചല്ലോ. പൊന്നമ്മേ, ഈ ഡ്രസ് എനിക്ക് എങ്ങനെയുണ്ട്? ആ, വലിയ കുഴപ്പം. അയ്യോ, ഇതെന്റെ ഡ്രസ്സല്ലേ? അതെ, അതുകൊണ്ടല്ലേ പൊന്നമ്മയുടെ അഭിപ്രായം ചോദിച്ചേ. ആരോട് ചോദിച്ചോണ്ടാ എടുത്തിട്ടേ? അതിപ്പോ അങ്ങനെ ചോദിച്ചാ എന്റെ ഡ്രസ് നനച്ചിട്ട് ഉണങ്ങിയില്ല. ഇതിട്ട് നോക്കിയപ്പോ എനിക്ക് പാകമായിരുന്നു. നാളെ നനച്ചു തന്നേക്കാം. അയ്യടി മനമേ, നനച്ചു തന്നാ ഇട്ടാ ഡാമേജ് തീരൂ. ഡാമേജോ? ആ, പിന്നെന്തോ വേണം? പുതിയത് മേടിച്ചേരണോ? വല്ലവരുടെയും തുണി എടുത്തിട്ടേ സാമർത്ഥ്യം പറയുന്നു. എന്റെ പൊന്നു ചേച്ചി, അബദ്ധത്തിന് ഞാൻ ഈ ഉടുപ്പൊന്നെടുത്ത് ഇട്ടുപോയി. കണ്ണി ചോരയില്ലാത്ത എനാണെന്ന് ഞാൻ അറിഞ്ഞു. എന്റെ കണ്ണിൽ ആവശ്യത്തിന് ചോരയൊക്കെ ഉണ്ട്. ദാ നോക്ക്. എന്നെ പൊന്നമ്മ, ഇത് ഇത്ര നിസ്സാര കാര്യത്തിന് ഇങ്ങനെ ചണ്ട പോട്ടാലോ? നമ്മളിവിടെ ഒരുമിച്ച് കഴിയുന്നവരല്ലേ? വല്ല തുണിയോ തോർത്തോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയെടുത്തെന്നിരിക്കും. അങ്ങനെ എന്റെ സാധനത്തെ തൊട്ടുള്ള കളി വേണ്ട. പുരുഷ വിദ്യാഭ്യാസത്തിന് മാത്രം മതി യൂണിയൻ. മര്യാദക്ക് എന്റെ ഡ്രസ്സ് അഴിച്ചു തരാൻ പറ. എന്ത്? ഇതൊന്നും അല്ല, പൊന്നപ്പന്റെ കത്ത് വന്നതിലുള്ള അരിശോ പൊന്നമ്മയ്ക്ക്. അതെ, അവന്റെ കത്ത് വന്നോണ്ട് ഞാൻ തിളച്ചിരിക്കുന്നത്. അല്ല, പക്ഷെ അത് ഇതും കൂടെ മിക്സ് ചെയ്യണ്ട. ഇങ്ങനെ അഴിച്ചു തന്നേരം മോളെ. ഇതൊന്നും ഉണങ്ങണ്ട. അല്ലെങ്കിൽ വേണ്ട, ഞാൻ ഏത് മനസ്സോ? നിനക്ക് മനസ്സുണ്ടോ? എന്നെ ഇവിടെ പോകും. കത്തിൽ എന്നെ വിശേഷം? പോസ്റ്റിന് അവിടെ വല്ല കല്യാണാലോചന ഒപ്പിച്ചു കാണും. അയ്യോ, എന്നെ കല്യാണം കഴിപ്പിച്ച് അയക്കാഞ്ഞിട്ട് അവനങ്ങ് അവിടെ തിളച്ച് നിൽക്കുകയല്ലേ. അവന്റെ കാര്യസാധ്യത്തിന് വേണ്ടി അല്ലാതെ എപ്പോഴെങ്കിലും എനിക്ക് എഴുതിയിട്ടുണ്ടോ? അവന് പാന്റ് വേണം, ഷർട്ട് വേണം, കാശ് വേണം, കോപ്പ് വേണം. അത് പൊന്നമ്മ കൊടുക്കാനിരുന്നിട്ടല്ലേ? അയ്യടാ, ഞാനിപ്പോ കൊടുക്കാം. സൈക്കിൾ വാങ്ങിക്കാൻ 1000 രൂപ വേണമെന്നുള്ളതാണ് പുതിയ ഡിമാൻഡ്. അത് ചൂടോടെ കൊണ്ടുപോകാൻ നാളെ ഇങ്ങോട്ട് കെട്ടി എടുക്കുന്നുണ്ട്. എക്സ്ക്യൂസ് മീ, ഈശ്വരി മഠം എവിടെയാണ്? അവിടെയാണ്. താങ്ക് യു. ഹലോ, യു. എങ്ങോട്ടാ എങ്ങോട്ടാ? അവിടെ തന്നെ നിന്നാ മതി. ആ, ഇങ്ങോട്ട് തന്നെ. ഞാനൊരു കത്തയച്ച കിട്ടിയില്ലേ? കത്തി കിട്ടിയില്ലേ? കുത്തു കിട്ടി. ബോധം കെട്ടവനാണെന്ന് പണ്ടേ അറിയാം. ഇപ്പൊ നിനക്ക് കണ്ണും കാണാൻ വയ്യേ. വാതുക്കലൊരു ബോർഡ് വെച്ചിരുന്ന വായിച്ചില്ലേ, ഇവിടെ പുരുഷന്മാർക്ക് പ്രവേശനമില്ലാന്ന്? അതിന് ഞാൻ ഗേൾ ഫ്രണ്ടിനെ ഒന്നും കാണാൻ വന്നതല്ലേ, എന്റെ പെങ്ങളെ കാണാൻ വന്നതല്ലേ. അയ്യോടാ, ഞാൻ എപ്പോഴാണ് അതിന്റെ പെങ്ങളായത്? എനിക്ക് കാശിന്റെ വരുമാനം ഉണ്ടായപ്പോ അല്ലേ? പഴയതൊന്നും ഞാൻ മറന്നിട്ടില്ല. എടാ, ദൈവം ഉണ്ടെന്ന് പറയുന്നത് ഉള്ളതാ. പെണ്ണായ എന്നെ തഴഞ്ഞിട്ടേ ആണായ നിന്നെ തലയിലും തറയിലും വെക്കാതെ വളർത്തിയിട്ടേ ആ തന്തയ്ക്കും തള്ളയ്ക്കും കാശിന്റെ പ്രയോജനം ഉണ്ടോടാ നിന്നെ കൊണ്ട്? മതി മതി മതി, ആരെങ്കിലും കേട്ടാ നിനക്ക് അതിന്റെ നാണക്കേട്. അയ്യോടാ, പെങ്ങടെ മാനം കാക്കാൻ നടക്കുന്ന ഒരാങ്ങള. എനിക്കും വിറച്ചു വരുന്നു. ഇതുകൊണ്ടൊരു വീക്കല്ലോ. ഇന്നലെ നീട്ടിപ്പിടിച്ച് എഴുതിയില്ലേ പൊന്നപ്പൻ? എന്റെ കൂടെ വലിഞ്ഞു കയറി വന്ന ഇരട്ടയിൽ ഒന്നായിട്ട് ജനിച്ച സാമദ്രോഹി. ഓ, എനിക്ക് കിട്ടേണ്ട സ്നേഹം കൂടെ തട്ടിയെടുത്ത അനവനാതി വന്നിരിക്കുന്ന. ഞാൻ എന്തോ തട്ടിപ്പറിച്ചെന്നാ നീ പറയുന്നത്? നിനക്ക് ഓർമ്മ കാണത്തില്ലടാ, പക്ഷെ എനിക്ക് ഓർമ്മയുണ്ട്. കേട്ടോ സൂപ്രണ്ടേ, കൊച്ചിലെ എനിക്കായിട്ടൊരു കളിപ്പാട്ടം പോലും ആരും വാങ്ങിച്ചു തന്നില്ല. ഇവൻ കളിച്ച് കേടാക്കിയത് വെച്ചാണ് ഞാൻ കളിച്ചുകൊണ്ടിരുന്നത്. മാത്രമല്ല, ഇവൻ എഴുതി തീർന്ന കുറ്റി പെൻസിൽ വെച്ചാണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നതും. ആണായിപ്പോയ ഒരൊറ്റ കാരണം കൊണ്ട് വീട്ടിലെല്ലാത്തിനും ഇവനായിരുന്നു മുൻഗണന. അന്ന് ഞാൻ വെറുത്തതാണ് ഈ വർഗത്തെ, ഈ നാറിയ പുരുഷവർഗത്തെ. പോട്ടെ പോസ്റ്റേ, പറഞ്ഞു വിട്. എനിക്ക് സൈക്കിൾ വാങ്ങിക്കാൻ ഒരു 1000 രൂപ തരാം. സൈക്കിളല്ല, വിമാനം വാങ്ങിച്ചു തരാം ഞാൻ. നിങ്ങളാ ഇവളെ ഇങ്ങനെ ആക്കിയത്. എന്തോടാ നീ പറഞ്ഞത്? ഞങ്ങൾ അമ്മയോട് പോയി പറഞ്ഞേരെ, പെങ്ങള് ശരിക്കും സൽക്കരിച്ച് വിട്ടിട്ടുണ്ടെന്ന്. മേലാലി പടിയേറി പോവരുത്. മൂപ്പിക്കാതെ പോടാ. ഭാഗ്യരേഖ, അല്ല, ഒരുങ്ങിയിറങ്ങുന്ന കണ്ടപ്പോഴേ ഞാൻ തീരുമാനിച്ചു അമ്പലത്തിലേക്കായിരിക്കുമെന്ന്. ഒന്ന് കാണണമെന്ന് കരുതിയിരിക്കായിരുന്നു ഞാൻ. എന്തിനാ? ക്ഷമിച്ചു എന്നൊരു വാക്ക് പുരുഷ വിദ്വേഷമഞ്ഞ് ഈശ്വരി മഠത്തിൽ കയറിപ്പറ്റ കാര്യം രംഗന്റെ അമ്മ പറഞ്ഞാൽ അറിഞ്ഞു. പേടിക്കണ്ട, ഈ രഹസ്യം മൂന്നാമതൊരാളെ അറിയിക്കരുതെന്ന് ഞാൻ അമ്മലും നമ്മളെ താക്കീത് ചെയ്തിട്ടുണ്ട്. അയ്യോ, അങ്ങനത്തെ സൗജന്യൊന്നും വേണ്ട. ആരൊക്കെ അറിയിക്കണ്ടെന്ന് വെച്ചാൽ അറിയിച്ചോ. അയ്യേ, അത്രയ്ക്ക് മനസാക്ഷി ഇല്ലാത്തവനല്ല ഞാൻ. ഒരു കലാകാരന് ഒരിക്കലും അങ്ങനെ ആവാൻ കഴിയില്ല. ചേട്ടാ, ഇതൊരു വലിയ ശല്യമായല്ലോ. എന്റെ പുറകെ ഇങ്ങനെ വരരുതെന്ന് തന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ? ഇന്ന് കാർത്തികയാണ്, ഐശ്വര്യ ദേവതയെ ആരാധിക്കുന്ന ദിവസം. ഇന്നെങ്കിലും പകയും വിദ്വേഷവും മറന്ന് ക്ഷമിച്ചു എന്നൊരു വാക്ക് പറഞ്ഞുകൂടെ? അയ്യോ, പറയാൻ പ്രയാസം ഉണ്ടെങ്കിൽ വേണ്ട. ഇന്ന് സന്ധ്യയ്ക്ക് നമ്മുടെ തെരുവിൽ ആദ്യത്തെ കാർത്തിക ദൈവം തെളിയുമ്പോ ഒരിത്തിരി നേരത്തേക്ക് ഈശ്വരി മഠത്തിന് വെളിയിൽ നിന്ന് പ്രത്യക്ഷപ്പെട്ടാൽ മതി. എന്നോട് ക്ഷമിച്ചുവെന്ന് ഞാൻ കരുതിക്കൊള്ളാം.
എന്തായിടാ നിന്റെ കാർത്തിക ദീപം ഇതുവരെ പ്രത്യക്ഷപ്പെട്ടില്ല. അവള് ഞാൻ വിചാരിച്ച പോലെ അല്ല, മറ്റുള്ളവരെക്കാൾ കട്ടിയ. അവളോട് പോവാൻ പറ, നമുക്ക് ആഘോഷം തുടങ്ങാളിയാ. അതെ, അങ്ങനെ അങ്ങ് വിട്ടാ പറ്റില്ലല്ലോ. ദാ, ഇങ്ങ് ഒരു പണി കൊടുത്തിട്ട് തന്നെ കാര്യം. ഈശ്വരാ, ഇതാ വെങ്കടിയുടെയും കൂട്ടരുടെയും പണിയാ. ഇന്ന് രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് തന്നെ കാര്യം. സൂപ്പറണ്ടേ. Gidagi, 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 gidagi.